ഹലോ, ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ്. സേമിയ കൊണ്ടാണ് ഈ പോള ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് മധുരമുള്ള ഒരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ചെറിയ ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കിസ്മിസും ഇതേ രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്നും മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ഇനി സേമിയ ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നേരിയ ഒരു സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ റവ എടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ടാണ് റവ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ള കസ്കസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റവ എടുത്തത്. കസ്കസ് ഉണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു അരക്കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ടയും പാലും ഒക്കെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സോസ് പാനിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് പാനിൻ്റെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ കൂട്ടിൽ നിന്ന് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. ഇതിൽ നിന്ന് ചെറുതായിട്ട് ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ സേമിയ കുറേശ്ശെയായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. കസ്കസ് ഉണ്ടെങ്കിൽ കസ്കസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ 2 മിനിറ്റിന് ശേഷം നമുക്കിതേ പ്രോസസ്സ് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അതായത് നമുക്ക് ആദ്യം ഇതിലേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ച നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കസ്കസും വിതറി കൊടുക്കാം. ഇനി ഇത് നമ്മുടെ മുട്ടക്കൂട്ടും അതുപോലെ തന്നെ സേമിയയും നട്ട്സൊക്കെ തീരുന്നത് വരെ ഇതേപോലെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഇതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റേസിൻസും നട്ട്സും അതുപോലെ തന്നെ റവയൊക്കെ വിതറിക്കൊടുത്ത് ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ നിറമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മറ്റൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുകളിലൊരു പാന് വെച്ചിട്ട് ഞാനിതൊന്ന് കമിഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പോളയുടെ റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്